ഓൺലൈൻ കൂട്ടിരിപ്പ്. മീനാക്ഷി ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടത് 3 പുരുഷന്മാരെ. വിജയ്, ഭാര്യ മാനസിക രോഗത്തിന് ചികിത്സയിൽ. സജീവ്, അപകടത്തിൽ ഭാര്യയെ നഷ്ടപ്പെട്ടു. അരുൺ, ക്യാൻസറിൽ ഭാര്യ മരിച്ചതിനു ശേഷം എല്ലായ്പ്പോഴും ഓൺലൈനിൽ. അവരുടെ കഥകൾ കേട്ട് മീനാക്ഷിയുടെ മനസ്സ് നൊന്തെങ്കിലും ദിവസങ്ങൾ കടന്നപ്പോൾ കാര്യങ്ങൾ അല്പം രസകരമായി. ഒരു വൈകുന്നേരം വിജയ മെസ്സേജ് അയച്ചു, ചെല്ലും, നിന്നെ ഞാൻ കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കും. എന്റെ ജീവൻ അവസാനിക്കുന്നതുവരെ. അവൾ ചിരിച്ചു മറുപടി എഴുതാൻ പോകുമ്പോൾ സജീവ് വിളിച്ചു, നിന്നെ വിവാഹം ചെയ്ത് കൂടെ താമസിക്കാനാണ് എന്റെ മോഹം. അതിനു മുമ്പേ അരുൺ ഫേസ്ബുക്കിൽ ടാഗ് ചെയ്തു, ചിലർ നമ്മുടെ ജീവിതത്തിൽ എന്നേക്കും ഓൺലൈനിൽ ഉണ്ടായിരിക്കാൻ അർഹരാണ്. മീനാക്ഷി സ്ക്രീൻ നോക്കി ചിന്തിച്ചു, ഇത് സ്നേഹത്രികോണമല്ല, സ്നേഹചതുരം. അവൾ മൂവർക്കും ഗ്രൂപ്പ് വീഡിയോ കോളിൽ പറഞ്ഞു. മക്കളെ, പ്ലാൻ ഇങ്ങനെ: ചൊവ്വ വിജയ്ക്ക്, വ്യാഴം സജീവിന്, ശനി അരുണിന്. കാപ്പിയും സംഭാഷണവും മാത്രം. വിവാഹ വാഗ്ദാനങ്ങളും അനന്തശ്രദ്ധയും വേണ്ട. ഒറ്റപ്പെടലിന് കൂട്ടിരിക്കാം. മൂവരും സമ്മതിച്ചു. മനം തുറന്ന് എന്ന് ഗ്രൂപ്പിന് പേര് നൽകി. ചിരികളിലും ലളിത സംഭാഷണങ്ങളിലും ദിനങ്ങൾ ഒഴുകി. മാറിയത് അവരുടെ നഷ്ടമല്ല, മാറിയത് ഏകാന്തതയുടെ സ്വഭാവം. ഒരിക്കൽ വേദന നിറഞ്ഞത് ഇപ്പോൾ സൗഹൃദത്തിന്റെ നിറം ധരിച്ചു.